ഹായ് വേഴ്സ്, നെയിം ഡെസ്റ്റിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് പോയതാണ്. ഇപ്പോൾ ഇത് ഞാൻ രണ്ടാമത് തുടങ്ങുന്ന നെയിം ഡെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തുക. ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇൻമെക്സിൻ്റെ 90 വാട്ടിൻ്റെ ഒരു സബ്വൂഫറാണ്. JBLൻ്റെ എക്സ്പ്ലോറിൻ്റെ ഒന്നും അത്ര എത്തിയില്ലെങ്കിലും അത്ര കൊണ്ട് എത്തിയില്ലെങ്കിലും അത്യാവശ്യം പവറുള്ള ഒരു സാധനം തന്നെയാണ് മുമ്പിൽ കഴിഞ്ഞ് പോയതാണ്. ഇത് 2 മാസമായി വാങ്ങിയിട്ട് ഇതിൻ്റെ 4 സ്പീക്കേഴ്സ് അടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്ഷമിക്കണം. അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബോക്സിൽ ഉണ്ടായിരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ യൂസർ മാനുവലും AUXും FM എല്ലാം അടങ്ങുന്ന ഒരു കവർ കിട്ടിയിരുന്നു. അതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ഒരു വർഷം വാറണ്ടി അവർ ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു AUX കേബിൾ വരുന്നുണ്ട്. അതിന് ഇത് ഫോണിൽ കണക്ട് ചെയ്യാനോ ഇതുകൊണ്ട് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ TV-യിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന പിന്നുമാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് എന്ന് പറഞ്ഞാൽ FM-ൻ്റെ ഒരു ചെറിയൊരു വയറും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതിലിടുന്ന ഒരു SD കാർഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ SD കാർഡ് ഉള്ളത് നമ്മൾ ഇട്ടതാട്ടോ, അല്ലാണ്ട് ഇതിന് ഫ്രീ ആയി കിട്ടിയതൊന്നുമല്ല. പിന്നെ ഇതിൽ കണക്ട് ചെയ്യുന്ന ഒരു USB റിമോട്ട് വരുന്നത് പറഞ്ഞാൽ ഇത് പവർ ഓഫ് ഓൺ ബട്ടനാണ്. പിന്നെ ഇത് മ്യൂട്ട് ബട്ടൺ. പിന്നെ ഇത് ഇൻപുട്ട്, ഇത് നമ്മളെ FM ബ്ലൂടൂത്ത് അങ്ങനെയൊക്കെ ഓരോ ഇത് മാറ്റണത്. സ്ലീപ്പ്, ഇത് സേവ് ചെയ്യണത് നമ്മൾ. ഇത് ഓട്ടോ, ഇത് സബ് കൂട്ടണതും കുറക്കണതും, ട്രബിൾ കൂട്ടണതും കുറക്കണതും. ഇത് സബിൻ്റെ എക്കോ രണ്ടും കൺട്രോൾ ചെയ്യണതാണ്. ഇത് വോളിയം കൂട്ടണവും കുറക്കണവും ചാനൽ മാറ്റണതും. പിന്നെ അത് ഡിസ്പ്ലേയുടെ ലൈറ്റ് കൂട്ടണം കുറക്കണം. പിന്നെ ഇത് നമ്പേഴ്സും റിപ്പീറ്റും റിസെറ്റ്. ഇത്രയാണ് ഇതിൻ്റെ റിമോട്ടുമ്മ വരുന്നത്. ഇതിലിപ്പം പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺസാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പവർ ഓഫിനും ഇൻപുട്ടിനും സെറ്റ് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇൻപുട്ട് ബട്ടണും പിന്നെ ഓൺ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ ഇത് മെനു, പിന്നെ ഓഡിയോ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ വോളിയത്തിൻ്റെ വോളിയം കുറക്കണത്, അത് അതിനപ്പോൾ പാട്ട് മാറ്റുന്നതും. പിന്നെ ഇത് വോളിയം കൂട്ടുന്നതും അതിനപ്പോൾ ചാനൽ മാറ്റണതും. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസൊക്കെ പരിചയപ്പെടുത്തിഞ്ഞ് ഇതാണ് ഇതിൻ്റെ സബിൻ്റെ ഹോള്, എയറോളാണ്. ഇവിടെ നമ്മൾ സബ് ഇവർ കൊടുത്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്, ഗ്ലാസ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് FM-ൻ്റെ വരുത്തുന്നുണ്ട്. പിന്നെ രണ്ടും AUX-നുള്ളതാണ്. പിന്നെ ഇത് 4 ബോക്സിനുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഓൺ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇതിലാണ് നമ്മളെ സബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു സ്പീക്കർ, അവിടെ ഒരു സ്പീക്കറും, അവിടെയും പിന്നെ അവിടെ ഒരു സ്പീക്കർ, അങ്ങനെ 4 സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കിങ് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇത് നമുക്ക് ചെറിയൊരു ഡോൾബി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വർക്കിങ് ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കി വെക്കാം.
ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം ഞാൻ പറഞ്ഞത് ഇതാണ്. 4 സൈഡിലും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊന്ന് കാണാം, അവിടെ ഒന്ന് കാണാം. ഞാൻ 4 കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് വന്ന പിന്നാണിത്. ഇതിലേക്കാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ഇവിടെ 2 സ്ക്രൂ ക്ലാമ്പ് അടിച്ച് അതിന്മേൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇരിപ്പുള്ള സെറ്റാക്കിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് സെറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓണാക്കി വെക്കാം. ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. മച്ചാണ് അത് ഒരളിയ